ഏറ്റവും വലിയ പ്രവാചക ചര്യ എന്തെന്ന് നിങ്ങൾക്കറിയോ? റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ ചര്യ എന്തെന്ന് നിങ്ങൾക്കറിയോ? ഖബറടിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരും പല സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്, പല പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ ചര്യ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാ, യാ ബുനയ്യ ഇൻ ഖദർത അൻ തുസ്ബിഹാ വതുംസിയാ വലൈസ ഫീ ഖൽബിക ഇശ്ഉൽ ലിഅഹദ് വഫൽ വദാലിക മിൻ സുന്നതി വദാലിക മിൻ സുന്നതി വദാലിക മിൻ സുന്നതി. അതെന്റെ ഇഷ്ടചര്യയാണെന്ന് നബി പറഞ്ഞു. ഒരു ചര്യ എന്താ? യാ ബുനയ്യ, അല്ലയോ എന്റെ മകൻ അനസേ, ഇൻ ഖദർത അൻ തുസ്ബിഹാ വതുംസിയാ, നിനക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും നിനക്കാകാൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നേരം പുലരുന്നു, നേരം അസ്തമിക്കുന്നു, ഈ രണ്ട് സമയത്തും വലൈസ ഫീ ഖൽബിക ഇശ്ഉൽ ലിഅഹദിൻ, ആരോടും വെറുപ്പില്ലാത്ത ഒരു ഹൃദയം നിനക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ വദാലിക മിൻ സുന്നതി, അതാണ് എന്റെ ചര്യയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് എന്റെ ചര്യ. ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സുണ്ടാക്കിയെടുക്കാൻ പറ്റും. യഥാർത്ഥ പ്രവാചക ചര്യ. ഇത്രയും നേരം പ്രവാചക സ്നേഹം കേട്ട എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ പ്രവാചക ചര്യ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നു, വലൈസ ഫീ ഖൽബിക ഇശ്ഉൽ ലിഅഹദ്, ആരോടും വെറുപ്പില്ലാത്ത ഒരു മനസ്സ് നീ ഉണ്ടാക്കിയെടുക്കലാണ്. ആരെയും വെറുക്കാത്ത ഒരു മനസ്സ് ആർക്കതിന് സാധിക്കും? ഇതൊരു വല്ലാത്ത മനസ്സ് തന്നെ. അവശന്മാർ, ആർദ്രന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരറിയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നവരായി ഇവരൊക്കെ. അങ്ങനെ അവിശ്വാസികളും വിശ്വാസികളുമല്ല നബി തങ്ങളുടെ ചാരത്ത് വരാറുണ്ട്. അവരാരെയും അല്ലാഹുവിന്റെ ഹബീബ് വെറുപ്പോടെ പറഞ്ഞു വിട്ടിട്ടില്ല. മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ലോകത്തിരുന്ന് വിട പറയുന്ന സമയമുണ്ടല്ലോ, ലോകത്തിരുന്ന് പുന്നാര നബി തങ്ങൾ വിട പറയുന്ന സമയമുണ്ടല്ലോ, സഹാബത്തിനോട് ചെയ്ത വസിയത്തിൽപ്പെട്ടതാണ്, നിങ്ങൾ തമ്മിലടിക്കല്ലേ, നിങ്ങൾ പക്ഷപാതിത്വം നിന്ന് പിന്തിരിയല്ലേ, നിങ്ങൾ പരസ്പരം തെറി വിളിച്ചുകൊണ്ട് അധപതനത്തിന്റെ കുഴി നിങ്ങൾ പരസ്പരം തോണ്ടിയെടുക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് വസിയത്ത് ചെയ്തതായി ഇസ്ലാമിക ചരിത്രത്തിൽ തെളിഞ്ഞുകിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മുത്തുനബി തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് രോഗിയായി കിടന്നു, പനി പിടിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ അകത്ത് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷാ, നബി തങ്ങളെ പ്രേമിക്കുന്നവര് ആ പ്രേമത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാ. ഇതാ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ്. സ്വർഗത്തിൽ നബി തങ്ങളുടെ കൂടെ ഇരിക്കണം എന്ന് കൊതിക്കുന്നവര്, ഇരിക്കണം എന്ന് മോഹിക്കുന്നവര്, ആ കാര്യം പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് ദുആ ചെയ്ത് പിരിയാൻ. അതിനു മുമ്പ് ഇതാ മറ്റൊരു കാര്യം കൂടി അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷാ, അസ്റായീൽ വരാ സമയമായി ആയിഷ. ഉടനെ തന്നെ അസ്റായീലിന്റെ അടുത്തെത്തും ആയിഷ. അതുകൊണ്ട് ആയിഷ, ഒരു 6 ദിർഹമുണ്ടല്ലോ, അത് ഞാനൊരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് ആയിഷ, ആ ദിർഹം നീ എടുത്തുകൊണ്ട് വരണം ആയിഷ, ആ ദിർഹം എടുത്തുകൊണ്ട് തരണം ആയിഷ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ആ ദിർഹം എടുത്തുകൊണ്ട് വരുമ്പോ നബി തങ്ങൾ ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്. കണ്ണ് തുറക്കുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുകയാ. കണ്ണ് തുറന്ന ഉടനെ നബി തങ്ങൾ ചോദിക്കുന്നു, ആയിഷാ, എവിടെ ആ ദിർഹമുകൾ, എവിടെ ആ ദിർഹം? ആരംഭപ്പൂവായ നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആ ദിർഹം എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മാലി വലിഹാദിഹി ദറായിബ്, ഈ ദിർഹം എനിക്കും എന്തു ബന്ധമാണ്? അതുകൊണ്ട് ഈ ദിർഹം സ്വതക്ക ചെയ്യൂ ആയിഷ. അസ്റായീൽ വരുന്നതിന് മുമ്പ് ഈ ദിർഹം സ്വതക്ക ചെയ്യൂ ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞു പോരെങ്കിലും